പൊതുമണ്ഡലത്തിൽ നിന്നും മാറ്റി നിർത്തി പൊതുസമൂഹവുമായിട്ട് ഇടപെടുന്ന എല്ലാ പ്രവർത്തനത്തിൽ നിന്നും മാറ്റി പാർട്ടി കമ്മിറ്റി മാത്രം നോക്കിയാൽ മതി, അത് മതിയെന്ന് പറഞ്ഞപ്പോൾ ആർക്കായാലും പ്രയാസം ഉണ്ടാകും. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാർട്ടി മാറാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചല്ല പാർട്ടി മാറിയത്. പാർട്ടി മാറി എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് തന്നെ ഞാൻ പഴയ പാർട്ടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു. എന്നെ അവിടുന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 3 പ്രാവശ്യം മത്സരിച്ച് മാറി നിൽക്കുന്നതിന് സന്തോഷം തന്നെ. അപ്പോൾ പുതിയ സ്ഥാനാർത്ഥി വന്നു. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സാധ്യമാകുന്ന എല്ലാ ഇടപെടലും നടത്തി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ആ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്നു. അന്ന് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നുകൂടെ ചേർത്ത് അനിയനാണെന്ന് പറഞ്ഞ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടൊരു വീഡിയോ ഉൾപ്പെടെ ചെയ്ത് ജയിപ്പിച്ചു വിടണം. ഞാൻ MLA മാത്രമല്ല, ഇപ്പം മന്ത്രിയാകുമ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ധാരാളം ഞാൻ കൊണ്ടുവന്ന് വെച്ചാൽ നിരവധി പദ്ധതികളുണ്ട്. അതോടൊപ്പം പുതിയതും കൊണ്ടുവരാമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ജയിച്ചൊക്കെ വന്ന് മന്ത്രിയൊക്കെ ആയി കുറച്ചങ്ങോട്ട് ആയപ്പോൾ തന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടെ അതിൻ്റെ ഉദ്ഘാടനങ്ങളും തറക്കല്ലിടലും ഒക്കെ പത്രം വായിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു മുൻ MLA എന്നുള്ള നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ച് 100 കണക്കിന് വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ കാണത്തക്കവണ്ണം തല ഉയർത്തി നിൽക്കാൻ തക്കവണ്ണം മാറ്റിയെടുത്തിട്ട് അങ്ങനെയുള്ള എന്നെ പൊതുമണ്ഡലത്തിൽ നിന്നും മാറ്റി നിർത്തി പൊതുസമൂഹവുമായിട്ട് ഇടപെടുന്ന എല്ലാ പ്രവർത്തനത്തിൽ നിന്നും മാറ്റി പാർട്ടി കമ്മിറ്റി മാത്രം നോക്കിയാൽ മതി, അത് മതിയെന്ന് പറഞ്ഞപ്പോൾ ആർക്കായാലും പ്രയാസം ഉണ്ടാകും. അതൊരു വല്ലാത്ത നെഗ്ലിജൻസ് ആയിരുന്നു.